ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അവരോട് സംസാരിക്കുന്നതിൽ നിനക്കെന്താ കുഴപ്പം? മനോജ് എന്റെ മകനാ. അച്ഛന്റെ മകനോട് സംസാരിക്കുന്നതിൽ എനിക്കെന്താണ് കുഴപ്പം? പക്ഷേ കുഴപ്പമുള്ള ഒരാൾ അവിടെയുണ്ട്. അത് അച്ഛൻ ഓർക്കുന്നത് നന്നായിരിക്കും. അറിയാലോ ഹരിതേ, മുതലും അയാള് ചോദിച്ച കൊള്ളപ്പലിശയും കുടിശ്ശികയില്ലാതെ ഞാൻ കൊടുത്തു തീർത്തതാ. ഇപ്പൊ അയാള് പറയുന്നത് പലിശ പൈസ ഞാൻ കൊടുത്തിട്ടില്ലാന്ന്. അമ്മ ജീവിച്ചിരുന്നപ്പോ ചികിത്സാ ചെലവിന് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ അയാളുടെ പണം കടം വാങ്ങിയത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മൊത്തം കൊടുത്തു തീർത്തിട്ടാ അയാളുടെ ഇടപാട് തീർത്തത്. ഇതിപ്പോ അമ്മയും ജീവിച്ചിരിപ്പില്ല, കടക്കാരുടെ വൃത്തിയിട്ട രീതിയിലുള്ള ഭീഷണി. ഞാനിനി എന്ത് ചെയ്യും അമ്മ? വിവാഹപ്രായം കഴിഞ്ഞ് ഒറ്റത്തടിയായി നിൽക്കുന്ന പെണ്ണാ നീ. നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. ദുരുദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു തരം വിലപേശല അയാൾ നടത്തുന്നത്. അതൊന്നും കേട്ട് നീ കുലുങ്ങരുത്. ഒരു പൈസ പോലും ഇനി കൊടുക്കാനും പാടില്ല. അല്ല, അയാൾ ഇനി ഭീഷണിപ്പെടുത്താൻ വന്നാലോ? വരില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. അതിപ്പോ പരാതി കൊടുത്താ എന്താ പ്രശ്നം? അയാൾക്ക് പണം തിരിച്ചു കൊടുത്തതായിട്ട് ഒരു രേഖയും എന്റെ പക്കലില്ല. ഒരു രേഖയുമില്ലേ? പണം കൊടുക്കുമ്പോ അതിന്റെ രസീത് വാങ്ങി സൂക്ഷിക്കായിരുന്നില്ലേ നിനക്ക്? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എല്ലാ ഇടപാടുകളും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എന്നാ അയാള് പറഞ്ഞത്. ഞാനത് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്തു. അപ്പോ നിന്നെ അയാളുടെ ലോകത്ത് തളച്ചിടാനും അപമാനിക്കാനും വേണ്ടി അയാള് കരുതിക്കൂട്ടി മെനഞ്ഞുണ്ടാക്കിയ ഒരു തന്ത്രോ ഇത്. അതിന് നീ അവസരം കൊടുക്കരുത്. അവന്റെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം. നീ സമാധാനപ്പെട്. ഒരു ശാപം പിടിച്ച ജന്മമാമേ ഞാനിപ്പോ ചന്ദ്രികാമ്മയെ കണ്ടിട്ടാ വരുന്നത്. അവരുടെ കാര്യം ഇതിലും ദയനീയമാ മോളെ. ഒരു വശത്ത് ഭർത്താവിന് പിരിഞ്ഞ ദുഃഖം, നെഞ്ചുവേദന പോലുള്ള കഠിനമായ അസുഖവും ജോലിഭാരവും മറുവശത്ത്. അത് വെച്ച് നോക്കുമ്പോ നമുക്കൊക്കെ എന്ത് കഷ്ടപ്പാടാ ഉള്ളത്. അവരെ പോലെ നന്മയായ കുടുംബിനിയായ ഒരു സ്ത്രീക്ക് അത്തരൊരു അവസ്ഥ വന്നത് സഹിക്കാവുന്നതിനപ്പുറം. ചന്ദ്രികമ്മയുടെ അവസ്ഥ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ മോൾ അവിടെ പോയി പരമാവധി സഹായിക്കണം. എന്റെ മോള് സുചിത്രയ്ക്ക് അവരിൽ നിന്നും കിട്ടിയിട്ടുള്ള സ്നേഹവും അനുകമ്പയൊന്നും മറക്കാൻ കഴിയില്ല മോളെ. വിഷമിക്കാതെ അമ്മേ. ചന്ദ്രികാമ്മയെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മ എന്നെ കാണുന്നത് സ്വന്തം മകളെ പോലെയല്ലേ? അതുപോലെ എന്നെ സ്വന്തം മകളായി കാണുന്നവരെ ഞാനും എന്റെ സ്വന്തം അമ്മയായിട്ട് കണ്ടോളാം. പിന്നെ ഇവിടത്തെ കൊച്ചമ്മയും സാറും നിന്നെ അന്വേഷിക്കുന്നത് കണ്ടു. നീ വേഗം ചെല്ല്. ഈ വീട്ടിലെ ജോലിക്കാരികളാ നമ്മളെന്നത് നീ ഓർക്കണം. ചെല്ല് ചെല്ല്. എന്റെ ചന്ദ്രു ഇപ്പൊ എന്തു ചെയ്യുകയായിരിക്കും? ആ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ. എപ്പോ വിളിച്ചാലും ചന്ദ്രുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. മനോജിനെ ഒന്ന് വിളിക്കാം.
അച്ഛൻ എന്തിനാ ഇപ്പൊ മനോജിനെ വിളിക്കുന്നേ? പ്രകാശ, നീ എന്താ ഈ കാണിച്ചത്? ഞാൻ അവനോട് സംസാരിക്കുന്നതിൽ നിനക്കെന്താ കുഴപ്പം? മനോജ് എന്റെ മകനാ. അച്ഛന്റെ മകനോട് സംസാരിക്കുന്നതിൽ എനിക്കെന്താണ് കുഴപ്പം? പക്ഷേ കുഴപ്പമുള്ള ഒരാൾ അവിടെയുണ്ട്. അത് അച്ഛൻ ഓർക്കുന്നത് നന്നായിരിക്കും. അറിയാലോ ഹരിതേ? അച്ഛാ, മനോജ് ഹരിതയുടെ അടിമയാണെന്ന് അറിയാലോ. മനോജിന്റെ ഫോൺ ഹരിതയുടെ കയ്യിലായിരിക്കും. അച്ഛൻ അനാവശ്യമായി വിളിച്ച് ഒരു കുടുംബ കലഹം അവിടെ ഉണ്ടാക്കരുത്. ഇവിടെയുള്ളവരുടെ പേര് കണ്ടാൽ തന്നെ ഹരിതയ്ക്ക് ഹാലളകും. വെറുതെ എന്തിനാ മനോജിന്റെ സമാധാനം കളയുന്നത്? അച്ഛനിപ്പോ അമ്മയൊന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ മനോജിനോട് സംസാരിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. മതി, അത് മതി. എനിക്ക് ചന്ദ്രനെ ഒന്ന് കണ്ടാ മതി. അത് ഞാൻ ഏറ്റു. അച്ഛൻ സമാധാനം അടിച്ചില്ലേ? ശരി. ഓ, മനോജാണല്ലോ. സൈലന്റ് ആക്കാം. എന്തു വള്ളിക്കെട്ടാണാവോ എന്തോ. അനിയാ പറഞ്ഞോ. ഏട്ടനും ഏട്ടത്തിക്കും അച്ഛനും ഒക്കെ സുഖം തന്നെയല്ലേ? ഇതെന്താ കത്തെഴുതുന്ന പോലൊരു സുഖാന്വേഷണം? പരമാനന്ദം. അവിടെ നിനക്കും ഹരിതയ്ക്കും അമ്മയ്ക്കൊക്കെ സുഖമാണെന്ന് കരുതുന്നു. ആ, കുഴപ്പമില്ല. എന്നാലും അവിടുന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നോണ്ടാവും അമ്മയ്ക്ക് അസുഖം ഒഴിഞ്ഞ് നേരമില്ല. അതുമല്ല, അതുകൂടാതെ ഹരിത അമ്മയെ ശരിക്കും കഷ്ടപ്പെടുത്തുന്നുമുണ്ട്. അതിൽ നിന്ന് ഹരിതയെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത ചില പരിമിതികൾ എനിക്കുണ്ടെന്ന് ഏട്ടനറിയാലോ. നമ്മുടെ വാടക വീട്ടിൽ കഴിയുമ്പോൾ തന്നെ എന്നെ അടക്കി ഭരിക്കാനുള്ള തന്റെ ഇടം ഹരിതയ്ക്കുണ്ടായിരുന്നു. അതും ഏട്ടനറിയാവുന്നതല്ലേ. ഇപ്പോഴാണെങ്കിൽ അവളുടെ അച്ഛനെടുത്തു കൊടുത്ത വീട്ടിലല്ലേ താമസം. അതിൻ്റെതായ തലക്കനം ഹരിതയ്ക്കുണ്ട്. എന്റെ നേർക്ക് തോക്ക് ചൂണ്ടാതെ ചൂണ്ടി മുൾമുനെ നിർത്തിയിരിക്കുക അവളിപ്പോ. ഞാൻ വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലേട്ടാ. അനിയ, മൂക്കിൽ തൊടാൻ കൈ പുറകിലൂടെ വളച്ചെടുത്തു കൊണ്ടുവന്ന് ബുദ്ധിമുട്ടാതെ നേരെ അങ്ങ് തൊട്ടാ പോരെ. മുഖവര കൂടാതെ അങ്ങ് നീ കാര്യം പറടാ. നിന്റെ സുഖവിവരവും അന്വേഷണവും കേട്ടപ്പോഴേ എനിക്കെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. അല്ല, അതിപ്പോ അമ്മയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. മാനത്തെ കൊട്ടാരം